എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പേടയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കൊരു മിൽക്ക് പേട തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നവരാത്രി സ്പെഷ്യലായിട്ടുള്ള ഈ ഈസി പേട എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. അതിനു മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് പേട തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചൂടുകട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സ്റ്റവ് ഒന്നും ഓണാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ച പാലായാലും കുഴപ്പമില്ല, തിളപ്പിക്കാത്തതായാലും കുഴപ്പമില്ല. എന്തായാലും നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് ചേർക്കുന്നത്. അപ്പോൾ മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക. ഇതിപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി ചേർക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മാത്രമേ ഇതിനകത്തേക്ക് ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഇത് നമുക്കൊരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതായത് ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കാം. പക്ഷെ നമ്മളിത് തിളപ്പിക്കാത്ത പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പാല് അതിൻ്റെ ഒരു പച്ചച്ചോവ ഉണ്ടാവില്ല, അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതുമല്ല നമ്മൾ മീഡിയം ഫ്ലെയിമിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് പാത്രത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, വേണമെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. പക്ഷേ ഞാനിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ വീണ്ടും നന്നായിട്ട് ഡ്രൈ ആയി വരാൻ തുടങ്ങുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഈ പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരാൻ തുടങ്ങുന്നുണ്ട്. വല്ലാതെ ഇത് ഡ്രൈ ആയി പോകരുത്. ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേട ഭയങ്കര കട്ടിയായി പോവും. അപ്പോൾ ചെറിയൊരു സോഫ്റ്റ്നെസ്സിൽ വേണം നമ്മളിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇതാ ഈ ഒരു പാകത്തിന്. അപ്പോൾ നമ്മൾ കുറച്ചെടുത്തിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് കയ്യിലിട്ടിട്ട് ഒന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ മാവ് കറക്റ്റാണ്. അപ്പോൾ ഇതിപ്പോൾ ആ പാകത്തിനായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണ്. അതിന് ശേഷം ഞാൻ എന്താ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യൊന്ന് തടവി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. എന്ന് വെച്ചാൽ വല്ലാതെ അങ്ങോട്ട് തണുത്ത് പോകരുത്, ചെറുതായിട്ടൊന്ന് ചൂടാറി വരണം. അല്ലെങ്കിൽ നമുക്കിത് കയ്യിൽ പിടിച്ചിട്ട് ഉരുട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറി വരട്ടെ. അപ്പോൾ അതാ ഞാനിവിടെ ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യൊന്ന് തടവി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ല, ആ ഒരു പരുവത്തിന് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് ചെറിയൊരു പോർഷൻ, ഒരു ചെറിയൊരു ബോളിൻ്റെ പോർഷൻ പോലെ എടുത്തിട്ട് ഇത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമ്മളിത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ക്രാക്സ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നല്ല പാകത്തിനായിട്ടാണ് വന്നിരിക്കുന്നത് എന്നാണ് അർത്ഥം കേട്ടോ. ക്രാക്സൊക്കെ വന്നിട്ടുണ്ടെങ്കിലാണ് ഇതിൻ്റെ പാകം കറക്റ്റായിട്ടില്ല എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മളിത് കൈവെള്ളയിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിൽ ഒന്ന് ഷേപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഞാനൊരു ഫോർക്ക് കുറച്ച് നെയ്യ് തടവി ഒന്ന് എടുത്തിട്ടുണ്ട്. അത് അതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഡിസൈൻ അതിനകത്ത് വരും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പിസ്ത ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ കിസ്മിസോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ആദ്യത്തെ പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്നത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കയ്യിൽ എണ്ണ തടവാൻ മറക്കരുത്, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാ പേടയും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ മേലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി വെച്ചിട്ടുണ്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ പേട. അപ്പോൾ ഇത് ഇപ്പം വളരെ സോഫ്റ്റായിട്ട് ഇരിക്കുകയാണ്. കുറച്ച് സമയം ഒരു 2-3 മണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പാകത്തിനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല.
അല്ല കുറച്ച് കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ചേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് 1-2 ദിവസമൊക്കെ പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്